ഈ STPI അതിൻ്റെ സംഘടനയുമായി ഏറെക്കുറെ അതിൻ്റെ ജന്മത്തിൻ്റെ മുന്നേ തന്നെ STPI ജനിച്ചിട്ട് അത്രയധികം കൊല്ലായിട്ടില്ല. അതിൻ്റെ വർഷം ഞാൻ ഓർക്കുന്നില്ല. 16 വർഷമാണ്. പക്ഷെ ഇതിൻ്റെ ജനഹിതാക്കളായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടുള്ള എൻ്റെ ബന്ധം ഏറെക്കുറെ 40 വർഷത്തോളം പഴക്കമുള്ളതാണ്. അവരിൽ പ്രധാനപ്പെട്ട എല്ലാവരും ഇന്ന് ജയിലിലാണ്. പ്രത്യേകിച്ചും അബു സാഹിബ്, കോയ സാഹിബ്, നസറുദ്ദീൻ സാഹിബ് മുതലായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട നേതാക്കന്മാർ, സുഹൃത്തുക്കൾ എല്ലാം ജയിലിലാണ്. അതിൽ ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നം അബു സാഹിബിൻ്റെ ജയിൽവാസമാണ്. അദ്ദേഹം ഒരു രോഗിയാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കാതെ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ രോഗം ഒന്നും പരിഗണിക്കാണ്ട് ഉള്ള അറസ്റ്റാണ്. അദ്ദേഹത്തിന് ഇതുവരെ ഒരു ജാമ്യം പോലും കൊടുക്കാം. മാരകമായിട്ടുള്ള ഒരു രോഗത്തിൽ വിഷമിക്കുന്ന ആ മനുഷ്യനെ അദ്ദേഹത്തിന് എന്താണ് ഈ ജയിൽവാസത്തിന് അർഹമാക്കിയത് എന്ന് ചോദിച്ചാൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ദീർഘകാലത്തെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നേ പറയാനുള്ളൂ. അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരു മനുഷ്യനാണ്. അതിനുള്ള ആർജവമാണ്, അതിനുള്ള ത്യാഗ മനോഭാവമാണ്. ഈ രീതിയിൽ അദ്ദേഹത്തിനെ അകത്താക്കണം എന്നുള്ള താല്പര്യമല്ലാതെ ഒരു ഭീകര പ്രവർത്തനത്തിനും ഈ മനുഷ്യന് പോയിട്ടില്ല. അദ്ദേഹത്തിന് അത്തരം ഒരു മാനസികാവസ്ഥ ഇല്ല എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. അതേമാതിരി തന്നെ കോയ സാഹിബ്, നസറുദ്ദീൻ സാഹിബ് മുതലായിട്ടുള്ള പ്രവർത്തകര് ഇവരൊക്കെ ഭീകരവാദികളാണെന്നാണ് നമ്മുടെ കേന്ദ്ര ഭരണകൂടം തീരുമാനിച്ചത്. അതിനെ തന്നെ അവസാന പാടുന്ന ഇത് ആരാണ് ഈ ഭീകരവാദികൾ എന്നുള്ളതും ഭീകരവാദികളെ ഉണ്ടാക്കിയത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഈ ദീർഘകാലത്ത് ഏറെക്കുറെ 85 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യായുസ്സിൽ മുഴുവനായിട്ട് എനിക്ക് ഏറെക്കുറെ ചിന്തിക്കാൻ കഴിയും. ലോകത്തിനെ സംബന്ധിച്ചും ലോക സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ചും അതിൻ്റെ ഗതിവിഗതികളെ സംബന്ധിച്ചും കൂട്ടായി നിന്നുകൊണ്ടും ഒറ്റക്ക് നിന്നുകൊണ്ടും ഞാൻ ഈ രാജ്യത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ ഭീകരവാദികളെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ ഭീകരവാദികളാക്കുകയാണ് ചെയ്ത്. അതിവിടെ ആവർത്തിക്കുകയാണ്. എല്ലാവരും അത് പറഞ്ഞോട്ടെ. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, മുതലാളിത്ത പാർട്ടികൾ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിക്കുന്ന പാർട്ടികളൊക്കെ അത് പറയട്ടെ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാലോ, കമ്മ്യൂണിസ്റ്റുകാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ SDPIക്കാര് ഭീകരവാദികളാണെന്ന് പറയുന്നത്? ഭീകരവാദികളെ സംബന്ധിച്ച പ്രശ്നം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നവർക്ക്, കസാരയിലിരിക്കുന്നവർക്ക് ആ കസാല ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ തലമുറയെ കണ്ട ആളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാന്ന് പറഞ്ഞാൽ അടിച്ചല്ലൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ 40ഓളം കസാക്കളെ സേലം ജയിലിലിട്ട് വെടിവെച്ചു വന്ന കാലഘട്ടത്ത് കല്യാണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കല്യാണം ആലോചിച്ചാൽ 48, 49, 50 കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കല്യാണം ആലോചിച്ചാൽ കൊടുക്കാതിരുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഇരുന്ന കാലത്ത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം എന്തുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞത്?
അവര് മാസത്തിലൊരു സായുധ സമരമാണ് പ്രഖ്യാപിച്ചത്. നഗരങ്ങളിൽ ആ സായുധ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്നിപ്പോ പി ജയരാജന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും ഞാൻ അതിനെ സംബന്ധിച്ച് മറ്റൊരവസരത്തിൽ പറയാം. എന്തായാലും പറയേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ഞാൻ പറയുന്നത്, നിങ്ങളാരും ജനിച്ചിട്ടില്ല. ഇനി ജനിച്ചിട്ടുണ്ട് വെച്ചാൽ തന്നെ ഏത് 1ാം ക്ലാസ്സിലോ ബാലവാടിയിലോ ഒക്കെ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ ഈ കസേലയിൽ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കി തന്ന പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? അതിന്റെ എതിർ പാർട്ടികൾ ജനങ്ങൾ കണ്ടത് അവിടെ നിൽക്കട്ടെ, ജനങ്ങൾ അതുകൊണ്ടാണല്ലോ അവര് ഒളിവിലും തെളിവിലുമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ എതിരാളികൾ എന്താ പറഞ്ഞത്? അവര് ഭീകരവാദികൾ തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോഴ് അന്ന് നിങ്ങൾ ചെയ്തതൊന്നും ഇന്ന് SDPക്കാർ ചെയ്തിട്ടില്ല. അവരെ വാസത്തിൽ ദ്രോഹിച്ചിട്ടുള്ള ഘട്ടത്തിലൊന്നും അവർ തിരിഞ്ഞു നിന്നിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ചിട്ട് വിശദീകരിക്കേണ്ട അവരാണ്. എന്തായാലും ഞാൻ പറയട്ടെ, ഞാനൊരു നിഷ്പക്ഷമായിട്ടാണല്ലോ ഈ കാര്യം കാണുന്നത്. അങ്ങനെ ഈ രാജ്യത്തെ SDPക്കാരെ ഭീകരവാദികളാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്തുകൊണ്ടാണ് പറയുന്നത്? തെലങ്കാന സമരം നടത്തിയത് നിങ്ങളാണ്. ഈ നഗരങ്ങൾ പിന്നീട് ആ 48 BT രാജീവന്റെ തിയറി അനുസരിച്ച് പോരാട്ടം നടത്തിയ പിന്നെ ഞങ്ങളൊക്കെ ഞാൻ ആദ്യം അടി കൊടുക്കുന്നതിന് ആ തൊഴിലാളി വർഗത്തിനെ മുഴുവൻ അടി കൊള്ളിച്ച, പിന്നീട് തെറ്റാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ ആ സമരം നടത്തിച്ചത് നിങ്ങളാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ തെറ്റായിട്ട് അന്ന് 100 കണക്കിന് മനുഷ്യർ മരിച്ചുപോയി. ഇന്ന് നിങ്ങൾക്ക് ശരി തെറ്റായിട്ടാണ് അവർ പ്രവർത്തിക്കുന്ന ആ നയം തുറന്നു കാണിക്കണം. ഇത് ഇന്നത് നിങ്ങൾ തെറ്റാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമ. ആ കടമ നിങ്ങൾ ഇതുവരെ നിവർത്തിച്ചില്ല. പക്ഷെ ഇപ്പം പി ജയരാജൻ ഒരു സ്റ്റെപ്പ് എടുത്തുക. എന്താ വെച്ചാൽ ആകെ പൂതളിച്ചിട്ടുണ്ട്, ആ മരം മുറിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടവൻ പിടിച്ചു നിൽക്കാനുള്ള ഒരു പരിപാടി. അല്ലെങ്കിൽ അവര് ഒരിക്കലും ഒരു സംവാദത്തിന് മെനക്കെടില്ല. 1978 ഞങ്ങളൊരു പൊതുയോഗം നടത്തി ടൗൺ ഹാളിൽ. ആ ടൗൺ ഹാൾ പൊതുയോഗം ഒരു സംഭവമായിരുന്നു. 10,000-കണക്കിന് ആൾക്കാർ ടൗൺ ഹാൾ നിറഞ്ഞു, ടൗൺ ഹാൾ പരിസരം നിറഞ്ഞു, റോഡ് നിറഞ്ഞിട്ടുള്ളൊരു പൊതുയോഗം. അന്ന് 12:30 മണി വരെ ഞങ്ങൾ ആ പൊതുയോഗത്തിൽ സംസാരിച്ചു. അതിൽ പിന്നെ നിങ്ങളുടെ ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും മുഖ്യ നേതാവായിട്ടുള്ള EMSന്റെ തെറ്റുകളെ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. പക്ഷെ നിങ്ങൾ പ്രതികരിച്ചില്ല. ഈ കാലം വരെ നിങ്ങൾ പ്രതികരിച്ചില്ല. ഇപ്പോഴാണ് ആദ്യമായി നിങ്ങൾ ഇതിന്റെ പേരും കൊടുത്തുകൊണ്ട് ഒരു വലിയ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. പുസ്തകം കൊണ്ട് നേട്ടുണ്ട്. നിങ്ങളുടെ പൂതലിച്ച സ്ഥിതി തെഴുക്കാനാണ് നിങ്ങളത് ചെയ്തത്. ആ തെഴുക്കാലുണ്ടാവില്ല, പൂതലിച്ചാൽ തെഴുക്കലില്ല, മുറിച്ചാൽ തെഴുക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇപ്പൊ പൊതുവായിട്ട് ഞാൻ പറയുന്നുള്ളൂ, എന്തായാലും നിങ്ങൾ തെഴുക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ സുധാകരനാണെന്ന് തോന്നുന്നു ആ വാക്ക് ആദ്യം ഉപയോഗിച്ചു. ഞാൻ അത് ഒരു 10-20 കൊല്ലം മുന്നേ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്തായാലും അതിനൊക്കെ മറുപടി പറയും എന്ന് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് ഇവിടെ ഈ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവര് എന്താണെന്ന് എനിക്കറിയാം. അവരെത്രത്തോളം ഭീകരരാണെന്ന് അറിയാം. ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവര് ഈ SDP ആയിട്ട് ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നത്. ഒന്നും മനസ്സിലാകാത്ത ആളല്ല എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ 96-ാമത്തെ വയസ്സാണത്. ഈ 96-ാമത്തെ വയസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ കോർപ്പറേഷനിലെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഫോണിൽ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടെടുക്കാണ് ഇപ്പൊ. എന്താ വെച്ചാൽ നിങ്ങളുടെ പലരും പറയാണ് വാസോട്ടെന്നോണ പറയാമെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ജീവിതം 13 വയസ്സിൽ ബാലസംഘത്തിൽ നിന്നുകൊണ്ട് 16 വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങളുടെ നന്മയുടെയും തിന്മയുടെയും ഭാഗം നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞില്ല. ആ മാർക്സിസം സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമാക്കി മാറ്റി തീർത്ത് പ്രയോഗിക്കുക.
ഇതാണ് മാർക്സിസത്തിന്റെ അടിത്തറ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇവിടെ എന്താണ്, ആരാണ് മുഖ്യശത്രു, ആരാണ് സഖ്യശക്തി എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളിപ്പോഴും ആകാശത്തിൽ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഈ തപ്പി നടക്കലിനെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ടൊരു വേദി വന്നല്ലോ, നിങ്ങൾ എന്നെ പരാമർശിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും കാണാം. ഈ കാര്യത്തിൽ ഇവിടെ നിങ്ങളോട് ഒരു ഒറ്റ വാക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ STTU ഒരു സമര പരിപാടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഈ രാജ്ഭവൻ മാർച്ചിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ഗവൺമെന്റ് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങളുടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനെതിരായിട്ടുള്ള ഏറ്റവും നീചമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ളത്, ഈ രാജ്യത്തെ തൊഴിലാളി വർഗം സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ഏറെക്കുറെ 20-ലധികം തൊഴിൽ നിയമങ്ങളുണ്ടായി. അവരെന്ത് ചെയ്തു വെച്ചാൽ, അവിടെ നല്ലൊരു ഭംഗിവാക്ക് പറഞ്ഞു, ഇത് ബ്രിട്ടീഷുകാർ കാലത്തുള്ളതാ, പഴകിയിരിക്കുന്നു, പുതിയ കാലത്തിനനുസരിച്ച് ഈ നിയമങ്ങൾ മാറ്റാൻ പോവുകയാണ്. അങ്ങനെ അവർ ആ നിയമങ്ങളൊക്കെ 4 കോഡുകൾ 1926 മുതൽ തൊഴിലാളി വർഗം സമരം ചെയ്ത് നേടിയിട്ടുള്ള നിയമങ്ങളാണത്. അതിൽ പല നന്മയുടേതായിട്ടുള്ള ഭാഗങ്ങളും എടുത്തു കളയാൻ മാത്രമല്ല, തിന്മയുടേതായിട്ടുള്ളതെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. അതായത് മുമ്പ് 15 ദിവസം നോട്ടീസ് കൊടുത്തിട്ട് പണി മുടക്കല്. പക്ഷെ ഇന്നെന്താ സ്ഥിതി എന്നറിയോ? 1.5 മാസം മുമ്പ് കൊടുക്കണം. എന്ന് വെച്ചാൽ മുതലാളിമാർക്ക് തയ്യാറെടുക്കാനുള്ള എല്ലാ സമയവും സമരം. അങ്ങനെ സമരം എങ്ങനെ പരാജയപ്പെടുത്താൻ തോന്നി? മറ്റൊരു കാര്യം, ഒരു സമരം നിയമവിരുദ്ധമായിട്ട് ഈ 1.5 മാസം എന്നുള്ളത് അതിൽ കുറഞ്ഞ ദിവസങ്ങളാണെന്ന് വെച്ചാൽ 2000 റുപ്യ ഓരോ 1000 തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയിൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ 2000 റുപ്യ ഫൈൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഫൈൻ പിടിക്കാനുള്ള അവകാശം മാനേജ്മെന്റിനുണ്ട്. ഈ രീതിയിൽ ഇനി അത് 500ഓളം അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഫാക്ടറികളെ സംബന്ധിച്ചാണെങ്കിൽ അത് 2000 ആയാലും അങ്ങനെ ബാധകമാകും. എന്തുകൊണ്ട് വെച്ചാൽ 4-5 ഡിവിഷനാക്കിയും കൊണ്ട് ഈ നിയമം ബാധകമാക്കും. അപ്പം ഇങ്ങനെ ഞാൻ ഒന്ന് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ഇത് അതിനുള്ള വേദിയല്ല എങ്കിൽ അതെനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ, പക്ഷെ ഇത് ഞങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഈ രീതിയിൽ അവര് നിരവധി പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ അവർ നടത്തേണ്ട ഒരു പ്രത്യാഘാതം കൂടി ഞാൻ നിങ്ങളോട് പറയാം. സാധാരണ രാഷ്ട്രീയക്കാരത് പറയില്ല. ഈ രാജ്യത്തെ 2014 ഈ രാജ്യത്തിന്റെ ക്രയശേഷി എത്രമാത്രം കുറഞ്ഞു, ഈ രാജ്യം എത്രമാത്രം ദാരിദ്ര്യത്തിലേക്ക് പോയി ഇവരുടെ നയ രൂപീകരണം കൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വാക്ക് ഞാൻ പറയാണ്. അതായത് 2014 ഗ്ലോബൽ ഹങ്കർ ലിസ്റ്റില് നമ്മള് 55 സ്ഥാനത്തായിരുന്നു. പിന്നീട് ഇവരുടെ ഭരണത്തിന്റെ 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഇന്ന് 2023 ലോക ഹങ്കർ ലിസ്റ്റില് 111 സ്ഥാനത്താണ്. നമ്മുടെ ക്രൈശേഷി എത്ര കുറഞ്ഞു, നമ്മൾ എത്രമാത്രം ദരിദ്രരായി എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു കണ്ണാടിയാണ്. ഇന്ത്യയിലെ പിന്നെ ഏതെങ്കിലും നക്സലൈറ്റുകൾ വെച്ചല്ല, ഏതെങ്കിലും SDPIക്കാർ വെച്ചല്ല, ലോകത്തിന്റെ ധനകാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് പിന്നെ കൊല്ലം പുറത്തുവിടുന്നത്. ആ രീതിയിൽ ഇക്കൊല്ലമാണ് അതൊരു 5% കുറഞ്ഞത്. ഈ രീതിയിൽ നമ്മളുടെ രാജ്യത്തിനെ കൊടിയ ദുരിതത്തിലാക്കിയിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള അവർ ചെയ്ത ദ്രോഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് പകരം ഇന്ന് ഈ നമ്മുടെ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാര് എങ്ങനെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള, രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള സംഘടനകളെയും വ്യക്തികളെയും എങ്ങനെ ദ്രോഹിക്കാൻ കഴിയും, എങ്ങനെ അവരെ അപമാനിക്കാൻ കഴിയും എന്നാണ് അവര് നോക്കുന്നത്. ഈ നോട്ടത്തിന്റെ ഒരു ഭാഗമാണ്
പി ജയരാജന്റെ പുസ്തകം. പി ജയരാജൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു രീതിയിൽ ഈ പ്രസ്ഥാനങ്ങളെ, നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ തൊടാൻ ഒരു സംവാദത്തിലേക്ക് വരാനും ധൈര്യം കാണിച്ചതിന് പി ജയരാജനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ തന്നെ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും ആ സംവാദത്തിൽ ഞങ്ങളുണ്ട്. ഞങ്ങളത് എഴുത്തിലായാലും ശരി, വായനയിലായാലും ശരി, പ്രസംഗത്തിലായാലും ശരി നിങ്ങളോടൊപ്പം നിൽക്കാം. അങ്ങനെ ഒരു സംവാദം ഈ രാജ്യത്തിന് ഉപകാരപ്രദമാകും. ഇതുവരെ ഒഴിഞ്ഞു മാറിയത് ശരിയായില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാലം എത്രയോ കഴിഞ്ഞു. എന്തായാലും ആ കാര്യം ഞാൻ വിടുന്നു. ഇവിടെ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ SDPIയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം വലിയ കടമയാണ് അവരുടെ മുന്നിലുള്ളത്. യഥാർത്ഥത്തിൽ ആ കടമ പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങേയറ്റം ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കാൻ, ജീവിതത്തിനും മരണത്തിനും മുമ്പിൽ എത്തുന്ന രീതിയിലാണ് ശത്രുക്കൾ നമ്മളോട് പെരുമാറുന്നത്. തീർച്ചയായിട്ടും ആ മരണത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പഠിച്ച ഒരു അനുഭവം കൊണ്ട് പഠിച്ച മനുഷ്യനാണ് ഞാൻ. മരണം എപ്പോഴായാലും നമ്മളോടൊപ്പം ഉണ്ട്. അത് എല്ലാ മനുഷ്യരോടും ഒപ്പം ഉണ്ട്. അതിനെ ഭയപ്പെടാതിരിക്കുക എന്നതാണ് നമ്മളുടെ കടമ. ഭയപ്പെടാതെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഊഷ്മളമായ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല.